ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന തിയറി സെക്ഷൻസിന് വ്യൂസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ വ്യൂസ് ഭയങ്കര കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബിൻ്റെ ഏകദേശം 1% പോലും തിയറി സെക്ഷൻസിന് വ്യൂസ് ഇല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ലൈക്കോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ചെയ്തിടുന്ന വീഡിയോ അറ്റ്ലീസ്റ്റ് നമുക്ക് കാണുന്നുണ്ട്. കാരണം നിങ്ങളിത് കാണുന്നുണ്ട്. കാരണം ഇത്ര എഫേർട്ട് ഇട്ട് നമ്മളിത് ചെയ്തിടുമ്പോൾ ഇത് കാണാതിരുന്ന് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ ഇനി തൊട്ട് തിയറി, ഇതിപ്പോൾ മാത്സ് ആണെങ്കിലും അതേപോലുള്ള തിയറീസ് ഇതിന് തൊട്ട് മുമ്പിട്ടിട്ടുള്ള വീഡിയോസ് ഒരു 25 വ്യൂസ് കയറി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇടാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 25, വളരെ ചെറിയൊരു നമ്പറാണ്. 25 വ്യൂസ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു. ഞാൻ പറയുന്ന തിയറി വീഡിയോസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിടും. അപ്പോൾ തിയറി വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് കണ്ടിട്ട് അതിൻ്റെ വ്യൂസ് കയറ്റാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഒരു 2 ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു, 5 മിനിറ്റ് എന്ന ഇൻ്റർവെല്ലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഴ്സൺ അപ്രോച്ചിങ് ദാറ്റ് പ്ലേസ് ഹിയേഴ്സ് 4:30 minutes. നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 330 അങ്ങനെയാണെങ്കിൽ പേഴ്സൻ്റെ സ്പീഡ് km/h കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതെന്താ സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നേരെ തിരിച്ചാദ്യം നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു അമ്പലമാണെന്ന് വിചാരിക്കുക. അമ്പലത്തിൽ വെടി പൊട്ടിക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ ഇവിടെ നിന്ന് അവൻ്റെ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുവാണ്. ഓക്കെ, ഇവൻ്റെ സ്പീഡിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് അടുത്തോട്ട് വരുവാണ്. അപ്പോൾ ആദ്യം ഒരു വെടി പൊട്ടിച്ചു. അടുത്ത വെടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇത് പൊട്ടിച്ചതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 10 മിനിറ്റ് കൊണ്ട് ഇവൻ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 10 മിനിറ്റ് കൊണ്ട് ഈ ഇൻ്റർവെൽ ഉണ്ടല്ലോ, ഈ 10 മിനിറ്റ് കൊണ്ട് ഇവൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്തതായിരിക്കുമല്ലോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനി നമുക്ക് നേരെ തിരിച്ചാലോചിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്ന ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു, 2 ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. ഓക്കെ, 2 ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. ഒന്നാമത്തെ ബുള്ളറ്റ്, രണ്ടാമത്തെ ബുള്ളറ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫയർ ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിയുന്ന ഫയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ ഈ ആള് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനക്കമില്ലാതെ അവിടെ തന്നെ നിൽക്കും ഒരേ സ്പോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇവന് കേൾക്കണമെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തണമല്ലോ. ഓക്കെ, ആദ്യത്തെ പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവൻ കേൾക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈ 5 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന സൗണ്ട് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇവൻ്റെ ചെവിയിലെത്തി. അതുകൊണ്ടാണ് കേൾക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന സൗണ്ടിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്തതായിരിക്കുമല്ലോ ഈ ബുള്ളറ്റ് ഫയർ ചെയ്ത സ്ഥലം തൊട്ട് ഈ നിൽക്കുന്ന പയ്യൻ്റെ നിൽക്കുന്ന പൊസിഷൻ വരെയുള്ള എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കേസിൽ ഈ പയ്യൻ സ്റ്റേഷനറിയാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും വരുന്നത്. യൂണിറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് മീറ്റർ/സെക്കൻഡ് ആണ്. ഇതായിരിക്കും ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസിൽ എന്താ പറ്റുന്നത്? സെക്കൻഡ് കേസിൽ അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പയ്യൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ 4.5 മിനിറ്റിൽ ഓക്കെ, ഈ സൗണ്ട് 4.5 മിനിറ്റ് കഴിഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താ പറ്റുന്നത്? അവിടെ ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവരുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് ഇനിഷ്യലി ഉള്ള. ഓക്കെ, അപ്പോൾ ഈ 4.5 മിനിറ്റ് കൊണ്ട് സൗണ്ട് ട്രാവൽ ചെയ്ത് എവിടെയോ എത്തി. ഇതേ 4.5 മിനിറ്റ് കൊണ്ട് ഇവൻ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. അതുകൊണ്ടാണ് 5 മിനിറ്റ് വെച്ച് കേൾക്കേണ്ട അടുത്ത് 4.5 മിനിറ്റ് കൊണ്ട് ഇവൻ ഈ സൗണ്ട് കേട്ടത്. 5 മിനിറ്റിൽ എത്തേണ്ട അടുത്ത് 5 മിനിറ്റ് കൊണ്ട് കേൾക്കേണ്ട സൗണ്ട് ഇവൻ 4 മിനിറ്റ് കൊണ്ട് കേട്ടതിൻ്റെ കാരണം ഇതാണ്. അപ്പം 4.5 മിനിറ്റ് കൊണ്ട് ഇവൻ ഇവിടെ എത്തി, സൗണ്ട് ഇവിടം വരെ എത്തി. ഈ 4.5 മിനിറ്റ് കൊണ്ട് ഇവൻ ഇവിടം വരെ എത്തി. സപ്പോസ് ഇവൻ മൂവ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ 5 മിനിറ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ അവൻ സൗണ്ട് കേട്ടേനെ. ഓക്കെ, അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ വേണമെങ്കിൽ എനിക്കിങ്ങനെ പറയാം 4.5 മിനിറ്റ് അല്ലെങ്കിൽ 9/2 മിനിറ്റ്.
ഈ 9/2 മിനിറ്റ് കൊണ്ട് പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, 9/2 മിനിറ്റ് കൊണ്ട് ആ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, ആദ്യമേ സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പ്ലസ് അവൻ്റെ സ്പീഡിൽ, സപ്പോസ് എക്സ് സ്പീഡാന്ന് വിചാരിക്കുക, അത് മീറ്റർ പെർ സെക്കൻഡിലാന്ന് വിചാരിക്കുക. ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന, അത് ഇക്വേറ്റ് ചെയ്യുക 5 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഇവിടെ എല്ലായിടത്തും മിനിറ്റാണ് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഈ മിനിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന *60 എല്ലാ ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എക്സിനെ ഒരു സ്ഥലത്ത് വെച്ചേക്കുക, ബാക്കി അവിടെ തന്നെ ഇരിക്കട്ടെ. എക്സിനെ ഒരു സ്ഥലത്ത് വെക്കുക, ബാക്കി ചെയ്യാം. 330 × 5 മിനിറ്റും 330 × 4.5 മിനിറ്റും. അപ്പോൾ 330 × ഹാഫ്, 330 × ഹാഫ്. ഇത് തമ്മിൽ വെട്ടിപ്പോയി. എക്സിൻ്റെ വാല്യൂ 330/9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്, മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ വേണ്ട കിലോമീറ്റർ പെർ അവറിലാണ്. സോ ഇത് കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 330/9 × 18/5. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയി 2 പറഞ്ഞു വരും. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയിട്ട് 6 പ്രാവശ്യം പോവും, 66 പ്രാവശ്യം പോവും, 132 km/h എന്ന് പറഞ്ഞ ആൻസർ കിട്ടും.